എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. അപ്പം ആർ കെ നാരായണൻ എഴുതിയിട്ടുള്ള എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്നുള്ളതാണ് നിങ്ങളുടെ 3rd ചാപ്റ്റർ. ഇതെന്ന് പറയുന്നത് ആൻ അസ്ട്രോളജേഴ്സ് ഡേ ആൻഡ് അതർ സ്റ്റോറീസ് എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു ചെറിയ ഭാഗമാണ്. സോ ആർ കെ നാരായൺ ആണ് ഇത് എഴുതിയേക്കുന്നത്. ആർ കെ നാരായൺ എന്ന് പറയുന്ന ഒരു വെൽ നോൺ ഇന്ത്യൻ റൈറ്ററാണ്. അദ്ദേഹം നോവലിസ്റ്റും അതുപോലെ സ്റ്റോറീസൊക്കെ എഴുതുന്ന, അദ്ദേഹം ഇംഗ്ലീഷിലാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസൊക്കെ എഴുതിയിരുന്നത്. അങ്ങനെ ഒരു വെൽ നോൺ റൈറ്ററാണ് ആർ കെ നാരായൺ. അതുപോലെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഈ സ്റ്റോറീസിലൊക്കെ എഴുതിയിരിക്കുന്ന അദ്ദേഹം ഒരു ടൗണിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, മാൽഗുഡി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൗൺ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ടൗണാണ്. അദ്ദേഹത്തിൻ്റെ നോവൽസൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഇമാജിനറി ടൗണായ മാൽഗുഡിയിൽ വെച്ചിട്ടാണ്. സോ നമുക്ക് സ്റ്റോറി നോക്കാം. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. It was a sunny afternoon. The inmates of the bungalow were at their siesta. A cyclist rang his bell at the gate frantically and shouted, "A big cobra has got into your compound." So, it was a sunny afternoon. That means ഒരു ഉച്ച തിരിഞ്ഞ സമയമായിരുന്നു അല്ലേ, നല്ല തെളിഞ്ഞ ദിവസമായിരുന്നു, നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ള തെളിഞ്ഞ ഒരു ഉച്ച കഴിഞ്ഞ സമയമായിരുന്നു. ദ ഇൻമേറ്റ്സ് ഓഫ് ദ ബംഗ്ലാ വെയർ അറ്റ് ദെയർ സിയസ്റ്റ. ഇൻമേറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബംഗ്ലാവിനെ പറ്റി പറഞ്ഞു. ദ ഇൻമേറ്റ്സ് ഓഫ് ദ ബംഗ്ലാവ്, ഈ ബംഗ്ലാവിൽ ഒരു ബംഗ്ലാവ് ഉണ്ട് അവിടെ, ആ ബംഗ്ലാവിലുള്ള ആളുകൾ, അവിടെ താമസിക്കുന്ന ആളുകളൊക്കെ വെയർ അറ്റ് ദെയർ സിയസ്റ്റ, ഉച്ച വിശ്രമത്തിലായിരുന്നു. A cyclist rang his bell at the gate frantically and shouted, "A big cobra has got into your compound." എന്താണ്, ഒരു സൈക്കിൾ ഓടിച്ചുകൊണ്ട് വന്ന ഒരാൾ എന്ത് ചെയ്തു, ഈ ബംഗ്ലാവിൻ്റെ മുന്നിലെ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഭ്രാന്തമായി അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടിൽ വിളിച്ചു പറഞ്ഞു, "എ ബിഗ് കോബ്ര ഹാസ് ഗോട്ട് ഇൻ ടു യുവർ കോമ്പൗണ്ട്." നിങ്ങളുടെ മൈതാനത്തേക്ക്, നിങ്ങളുടെ സ്ഥലത്തേക്ക് ഒരു വലിയ മൂർഖൻ പാമ്പ് ഇഴഞ്ഞു പോകുന്നു എന്ന് ഈ സൈക്ലിസ്റ്റ് വളരെ ഉച്ചത്തിൽ ബെല്ലടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു. It crossed my wheel. He pointed to its track under the gate and resumed his journey. അത് എൻ്റെ സൈക്കിളിൻ്റെ വീലിൻ്റെ ഇടയിലൂടെയാണ് ഇങ്ങോട്ട് പോയത്. അതിനുശേഷം അയാൾ എന്ത് ചെയ്തു, ഇതുവഴിയാണ് ആ പാമ്പ് പോയതെന്നല്ലേ. ഹി പോയിൻറ്റഡ് ഇറ്റ്സ് ട്രാക്ക്, ചൂണ്ടിക്കാണിച്ചു. അതായത് ആ പാമ്പ് ഗേറ്റിൻ്റെ ഇതുവഴിയാണ് പോയതെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഹി റെസ്യൂംഡ് ഹിസ് ജേർണി. റെസ്യൂംഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ അയാൾ സൈക്കിൾ നിർത്തി അവിടെ നിൽക്കുകയായിരുന്നല്ലേ. വീണ്ടും അയാൾ തുടർന്നു, അയാളുടെ യാത്ര തുടർന്നു. The family consisted of the mother and her 4 sons. അപ്പം നെക്സ്റ്റ് പാരഗ്രാഫിൽ ആ ഫാമിലി, ഇപ്പോൾ ഒരു ബംഗ്ലാവിനെ പറ്റി പറഞ്ഞു, ഇനി അവിടെ താമസിക്കുന്ന ആളുകളെ പറ്റിയാണ് പറയുന്നത്. സോ ദ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ദ മദർ ആൻഡ് ഹർ 4 സൺസ്. ഒരു അമ്മയും അവരുടെ 4 ആൺമക്കളുമായിരുന്നു ആ വീട്ടിൽ ഉള്ളത്. ദേ വെർ ഗ്രേറ്റ്ലി അജിറ്റഡ് ടു ഹിയർ ദ ന്യൂസ്. അവരെല്ലാം എന്താണ്, ഭയങ്കരമായിട്ട് അസ്വസ്ഥരായി അല്ലേ. പാമ്പ് കയറിയെന്ന് പറഞ്ഞ് ഈ വാർത്ത കേട്ട് എല്ലാവരും അസ്വസ്ഥരായി. Soon they assembled at the gate. Their old servant Dasa was sleeping in the shed. ഇത് കേട്ടിട്ട് അവരെല്ലാവരും എന്ത് ചെയ്തു, ഈ ഗേറ്റിൻ്റെ അവിടെ ഒത്തുകൂടി. ഗേറ്റിൻ്റെ അതുവഴിയാണ് പാമ്പ് പോയതെന്ന് ഈ കുട്ടി പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഇവരെല്ലാവരും കൂടി ഗേറ്റിൻ്റെ അവിടെ ഒത്തുകൂടി. Their old servant Dasa was sleeping in the shed. അപ്പോൾ അവരുടെ വീട്ടിലെ വയസ്സനായ ഒരു വേലക്കാരനുണ്ടായിരുന്നു. അയാൾ എന്തായിരുന്നു, ദാസ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരല്ലേ. their old servant Dasa was sleeping in the shed. അയാൾ എന്താണ്, ഒരു ഷെഡിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. എല്ലാവരും ഉച്ചവിശ്രമത്തിലായിരുന്നു അല്ലേ. അപ്പം ഈ ദാസ എവിടെയായിരുന്നു, ഈ വേലക്കാരൻ പുറത്തൊരു ഷെഡിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. They shook him out of his sleep and told him about the arrival of the cobra. അപ്പോൾ ഈ മക്കൾ എന്ത് ചെയ്തു, അവർ പോയിട്ട് ഈ ദാസ, ഈ സെർവനെ തട്ടി വിളിച്ചു, ഈ വേലക്കാരനെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ടൊരു കോബ്ര, ഒരു മൂർഖൻ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അവർ ദാസയെ അറിയിച്ചു. There isn't any cobra here, he replied and tries to dismiss the matter. അപ്പോൾ ദാസയോട് ഇത് പറഞ്ഞപ്പോൾ ഉടനെ ദാസ തിരിച്ചു പറയുകയാണ്, ഇവിടെ പാമ്പൊന്നുമില്ല, ഇവിടെ മൂർഖനൊന്നുമില്ല അല്ലേ. അയാൾ ആ കാര്യത്തെ അത്ര വലിയൊരു ഗൗരവത്തിലെടുത്തില്ല അല്ലേ. ഹി ജസ്റ്റ് ട്രൈ ടു ഡിസ്മിസ് ദ മാറ്റർ. അയാൾ അതിനെ അത്ര ഗൗരവത്തിലെടുത്തില്ലാതെ പറഞ്ഞു, ഇവിടെ പാമ്പൊന്നുമില്ല, മൂർഖനൊന്നുമില്ല. ദേ swore at him and wanted him to be serious. ഇത് കേട്ടപ്പം നമുക്ക് ആർക്കാരും ദേഷ്യം വരും അല്ലേ. കാരണം പാമ്പുണ്ടെന്ന് ഒരാളൊന്ന് പറഞ്ഞിട്ട് പോയി, എന്നിട്ട് ദാസയോട് പറഞ്ഞപ്പോൾ ദാസ പറയാണ് ഇവിടെ പാമ്പൊന്നും ഇല്ലെന്നല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരയാളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവരോട് എന്താണ് ശകാരിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. എന്താണ്, "The thing is somewhere here. If it is not found before the evening, we will dismiss you.
യു ഡോണ്ട് സീം ടു കെയർ ഫോർ ദി ഗാർഡൻ. എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തെ തട്ടി വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ പാമ്പൊന്നുമില്ലേ. അപ്പോൾ എന്താ ശകാരിച്ചുകൊണ്ട് ഇവർ പറഞ്ഞു, നീ കുറച്ചുകൂടി സീരിയസ് ആവണം അല്ലേ, നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണല്ലേ, കുറച്ചുകൂടി നീ ഒന്ന് ഗൗരവത്തിലെടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ആ പാമ്പ്, ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ബിഫോർ ദി ഈവനിങ് വി വിൽ ഡിസ്മിസ് യു. ഞങ്ങൾ എന്ത് ചെയ്യും, നിന്നെ പിരിച്ചുവിടും. നീ പിന്നെ ഇവിടെ ജോലിക്ക് വരണ്ട. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് നീ എന്ത് ചെയ്യണം, ആ പാമ്പിനെ കണ്ടുപിടിച്ചിരിക്കണം. യു ഡോണ്ട് സീം ടു ബി കെയർ ഫോർ ദ ഗാർഡൻ. അല്ലെങ്കിൽ തന്നെ നീ പൂന്തോട്ടം ഒന്നും നോക്കുന്നു പോലുമില്ല, നീ അത്ര കെയർ ചെയ്യുന്നില്ല, നീ അത്ര ശ്രദ്ധിക്കുന്നു പോലുമില്ല. സം നെയ്ബേഴ്സ് ഡ്രോപ്ഡ് ഇൻ. അപ്പോൾ ഈ ഒച്ചയൊക്കെ കേട്ടുകൊണ്ട് എന്ത് ചെയ്തു, കുറച്ച് അയൽക്കാർ വന്നു. ഈ ഒച്ച എന്താണ് ഈ ഒച്ച എന്നറിയാൻ വേണ്ടി. ദേ ലുക്ക് അക്യൂസിംഗ്ലി അറ്റ് ദാസ. അപ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്തു, ദാസ ഇങ്ങനെ കുറ്റപ്പെടുത്ത പോലെ നോക്കി. യു ഹാവ് ദ ലേസിയസ്റ്റ് സെർവൻറ്റ് ഓൺ എർത്ത് ദേ സെഡ്. നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും മടിയനായ വേലക്കാരൻ നിങ്ങൾക്കാണുള്ളത് അല്ലേ. ദാസയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അയൽക്കാർ പറഞ്ഞു. യു ഓട്ട് ടു കീപ് ദ സറൗണ്ടിങ്സ് ടൈഡി. അപ്പം പറയാണ്, നീ ഈ ചുറ്റുപാടൊക്കെ നീയല്ലേ വൃത്തിയായി വെക്കേണ്ടത്, നീ ചുറ്റുപാട് വൃത്തിയാക്കാൻ വേണ്ടിയല്ലേ ഇവിടെ ഉള്ളത്, പക്ഷെ നീ ഈ ലോകത്തെ ഏറ്റവും മടിയനായുള്ള വേലക്കാരനാണ്, നീ ഒരു ജോലിയും ചെയ്യില്ല എന്നാണ് അയൽക്കാർ വന്ന് പറഞ്ഞത്. ഐ ഹാവ് ബീൻ ആസ്കിങ് ഫോർ എ ഗ്രാസ് കട്ടർ ഫോർ മന്ത്സ്. ഞാൻ മാസങ്ങളായിട്ടൊരു പുൽവെട്ടി ചോദിക്കുകയാണ്, ഒരു പുൽവെട്ടി വാങ്ങിത്തരാൻ ഞാൻ മാസങ്ങളായിട്ട് പറയുകയാണ്. ആര് പറഞ്ഞു? ദാസ പറഞ്ഞു. ദാസ സെഡ് ഐ ഹാവ് ബീൻ ആസ്കിങ് ഫോർ എ ഗ്രാസ് കട്ടർ ഫോർ മന്ത്സ്. In one voice, they ordered him to manage with the available things and learn not to make demands. ഒരേ ശബ്ദത്തിൽ അയൽക്കാരും വീട്ടുകാരെല്ലാം എന്തു പറഞ്ഞു? നിനക്കുള്ള സാധനങ്ങൾ വെച്ചല്ലേ, യു ഹാവ് ടു മാനേജ് വിത്ത് ദ അവൈലബിൾ തിങ്സ്. നിനക്ക് ഇവിടെ എന്തൊക്കെ തരുന്നോ അത് വെച്ച് നീ വൃത്തിയാക്കുക. ഇങ്ങോട്ട് കുറേ ഓർഡറൊന്നും അല്ലെ ഡിമാൻഡൊന്നും പറയണ്ട. നിനക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് വെച്ച് നീ എന്ത് ചെയ്യുക, വൃത്തിയായി ഈ സറൗണ്ടിങ്സ് ഒക്കെ സൂക്ഷിക്കുക. മീൻ വൈൽ മോർ നെയ്ബേഴ്സ് അസംബിൾഡ്. ഈ സമയം ഈ ഒച്ചയൊക്കെ കേട്ടിട്ട് കൂടുതൽ അയൽക്കാരിങ്ങനെ കൂട്ടം കൂടാൻ തുടങ്ങി അവിടേക്ക്. They began discussing snake menace and the dangers of snake bite. അപ്പോൾ കൂടുതൽ അയൽക്കാർ അവിടേക്ക് വന്നു അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ പാമ്പ് കടിയെ പറ്റിയുള്ള അപകടങ്ങളെ പറ്റിയും പാമ്പിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. They began helping the neighbors in every possible way. അവരപ്പോൾ അവരുടെ അയൽക്കാരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കണമെന്ന് മറ്റുള്ള വീട്ടിലേക്ക് വന്ന അയൽക്കാർ വിചാരിച്ചു, ഞങ്ങളുടെ അയൽക്കാരെ എങ്ങനെയെങ്കിലും സഹായിക്കണം, ഈ പാമ്പിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. They tucked up their dhotis, seized every available knife and crowbar and began to hack the garden. അവരെന്ത് ചെയ്തു, അവരവരുടെ മുണ്ടുകളൊക്കെ അല്ലേ, ധോത്തീസ് മുണ്ടുകളൊക്കെ മടക്കി കുത്തി. ആൻഡ് സീസ് എവ്രി അവൈലബിൾ നൈഫ്. അവരുടെ കയ്യിൽ കിട്ടുന്ന അവിടെ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള ഇരുമ്പ്, ഏത് ഇരുമ്പ് ഉണ്ടോ അതെല്ലാം അവരെടുത്ത് കയ്യിൽ പിടിച്ചു. ആൻഡ് ക്രോബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരയില്ലേ, കമ്പിപ്പാര, ഇരുമ്പ് പാരയൊക്കെ ഇല്ലേ, അതുപോലുള്ള സാധനങ്ങൾ. ആൻഡ് ബിഗാൻ ടു ഹാക്ക് ദി ഗാർഡൻ. എന്നിട്ട് എന്ത് ചെയ്തു, ഈ പൂന്തോട്ടം എല്ലാം എന്ത് ചെയ്തു, വെട്ടാൻ തുടങ്ങി അല്ലേ. അവരവിടെ എല്ലാം വെടിപ്പാക്കാൻ നോക്കി. ക്രീപ്പേഴ്സ്, ബുഷസ് ആൻഡ് ലോൺസ് വെയർ ലെയ്ഡ് ലോ. ക്രീപ്പേഴ്സ്, അത് വള്ളിച്ചെടികൾ, അതുപോലെ ചെറിയ ചെറിയ കുറ്റിക്കാടുകൾ, അതുപോലെ തന്നെ എന്താണ് ലോൺസ് എന്ന് പറഞ്ഞാൽ പുൽത്തകിടികൾ. ഇതൊക്കെ ഇവരെന്ത് ചെയ്തു, ഇതിനെല്ലാം നീളം കുറച്ചു, ഇതെല്ലാം വെട്ടി ചെറുതാക്കി. വാട്ട് കുഡ് നോട്ട് ബി ട്രിംഡ് വാസ് കട്ട് ടു ദ റീഡ്. ഇനി ട്രിം ചെയ്യാൻ പറ്റാത്തത്, ഇപ്പം ഇതൊക്കെ ഈ ക്രീപ്പേഴ്സിനെയും ബുഷസിനെയൊക്കെ അവർ ട്രിം ചെയ്തു. ഇനി ട്രിം ചെയ്യാൻ പറ്റാത്തതിനെ അവർ വേരോടെ പിഴുതെടുത്തു. The inner walls of the house brightened with unobstructed glare streaking in. When there was nothing more to be done, Dasa asked triumphantly, "Where's the snake?" അപ്പോൾ ഈ കാടെല്ലാം വെട്ടിത്തെളിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, വീട്ടിലൊക്കെ നല്ല പ്രകാശം വന്നു അല്ലേ. അതായത് ഈ വെളിച്ചം ഒബ്സ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നും തന്നെ നിൽപ്പില്ല അല്ലേ. എല്ലാ പുല്ലുകളും ഈ കാടുകളും ഒക്കെ നമ്മൾ വെട്ടിത്തെളിച്ചു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഇന്നർ വാൾ ഓഫ് ദി ഹൗസ് ബ്രൈറ്റൻഡ്. ഈ വീട്ടിലേക്കൊക്കെ നല്ലപോലെ പ്രകാശം വന്നു. വെൻ ദർ വാസ് നത്തിങ് മോർ ടു ബി ഡൺ. അപ്പം ഇനി ഒന്നും ചെയ്യാനില്ല. അതായത് ഇതെല്ലാം അവർ ചെത്തിക്കളഞ്ഞപ്പോൾ ദാസ വന്ന് ചോദിക്കുകയാണ്, വേർ ഇസ് ദ സ്നേക്ക്. അതായത് ഒരു വിജയഭാവത്തിലാണല്ലേ, ട്രയംഫൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഒരു വിജയഭാവത്തിൽ ദാസ വന്ന് ചോദിക്കുകയാണ്, എവിടെ പാമ്പ് എവിടെ. അതായത് പാമ്പിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ദാസയെ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ദാസ ആദ്യം തന്നെ പറഞ്ഞില്ല ഇവിടെ പാമ്പൊന്നും ഇല്ലയെന്ന്. അപ്പോൾ ഇതെല്ലാം വെട്ടിത്തെളിച്ചിട്ടും പാമ്പിനെ കണ്ടില്ല. അപ്പം വിജയഭാവത്തിൽ ദാസ ചോദിക്കുകയാണ്, എവിടെ പാമ്പ് എവിടെ.
ആൻ ഓൾഡ് ബെഗർ ക്രൈഡ് ഫോർ ആംസ് അറ്റ് ഗേറ്റ്. അപ്പം എന്ത് ചെയ്തു, ഈ സമയത്ത് ഗേറ്റിൻ്റെ അവിടെ ഒരു വയസ്സായ ഒരു ബെഗർ, ഭിക്ഷക്കാരൻ അല്ലേ, ബെഗർ എന്ന് പറഞ്ഞാൽ ഭിക്ഷക്കാരൻ, എന്താണ് ദാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് പറയുകയാണ്. They told her that they were busy with a snake hunt. അപ്പം ഈ വൃദ്ധയോട്, ഈ വയസ്സായ ഈ ഭിക്ഷക്കാരിയോട് വീട്ടുകാർ പറയാണ്, ഞങ്ങളിവിടെ ഒരു പാമ്പിനെ പിടിക്കാൻ വേണ്ടി നോക്കുകയാണ്, ഞങ്ങൾ അതിൻ്റെ തിരക്കിലാണ്. ഓൺ ഹിയറിങ് ഇറ്റ് ദ ഓൾഡ് വുമൺ ബിക്കം ഹാപ്പി. ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു, ആ ഭിക്ഷക്കാരിക്ക് സന്തോഷമായി. യു വെർ ഫോർച്ചുനേറ്റ്, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. ഇറ്റ് ഈസ് ഗോഡ് ഹിംസെൽഫ് ഹു ഹാസ് കം ടു വിസിറ്റ് യു. ദൈവമാണ് നിങ്ങളെ കാണാൻ വേണ്ടി ദൈവം വന്നതാണ്, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. ഡോണ്ട് കിൽ ദ സ്നേക്ക്. പാമ്പിനെ കൊല്ലുകയൊന്നും ചെയ്യരുത്. മദർ വാസ് ഇൻ ഹേർട്ടി എഗ്രിമെൻറ്റ്. ഇത് കേട്ടിട്ട് വീട്ടിലെ അമ്മയ്ക്കും സന്തോഷമായി. അമ്മ അപ്പോൾ പറയാണ്, യു ആർ റൈറ്റ്, ഐ ഫോർഗോട്ട് ഓൾ അബൌട്ട് ദി പ്രോമിസ്ഡ് അഭിഷേകം. ശരിയാണ്, ഈ ഭിക്ഷക്കാരി പറയുന്നത് ശരിയാണ്, ഞാനൊരു അഭിഷേകം, അമ്പലത്തിലൊരു അഭിഷേകം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ, അത് ഞാൻ മറന്നുപോയിരുന്നു. ദിസ് ഈസ് ദ റിമൈൻഡർ. അപ്പോൾ എന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ദൈവം ഈ പാമ്പിനെ വിട്ടതായിരിക്കുമെന്നാണ് ഈ അമ്മ പറയുന്നത്. ഷീ ഗേവ് എ കോയിൻ ടു ദ ബഗർ ഹു പ്രോമിസ് ടു സെൻഡ് എ സ്നേക്ക് ചാമർ ആസ് ഷീ വെൻറ്റ്. അപ്പം ഈ അമ്മ എന്ത് ചെയ്തു, ആ ബെഗറിന്, ആ ഭിക്ഷക്കാരിക്കൊരു കോയിൻ കൊടുത്തു. എന്നിട്ട് തിരിച്ചിവരെന്ത് ചെയ്തു, ഈ ഭിക്ഷക്കാരി പറഞ്ഞു, ഞാൻ പോകുന്ന വഴിക്ക് എന്ത് ചെയ്യാം, ഒരു പാമ്പ് പിടുത്തക്കാരനെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞതിന് ശേഷം അവർ പോയി. Presently, an old man appeared at the gate and announced himself as the snake charmer. അപ്പം ഈ ഭിക്ഷക്കാരി പോയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, ഒരു പ്രായമായ ഒരു മനുഷ്യൻ ഗേറ്റിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കാണപ്പെട്ടു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാനൊരു പാമ്പ് പിടുത്തക്കാരനാണെന്നല്ലേ, ഹിംസെൽഫ് ആസ് ദി സ്നേക്ക് ചാർമർ. ദേ ഗാദേർഡ് അറൗണ്ട് ഹിം. അപ്പം ഇത് കേട്ടിട്ട് ഈ ആൾക്കാരെല്ലാവരും കൂടി അയാളുടെ ചുറ്റും കൂടി. ഹി സ്പോക്ക് ടു ദം ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ് ആൻഡ് ഹിസ് പവർ ഓവർ സ്നേക്സ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഈ കൂടി നിന്ന ആളുകളോട് അയാളുടെ ജീവിതത്തെ പറ്റിയും അയാൾ പാമ്പ് പിടിക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ദേ ആസ്ക്ഡ് അഡ്മയറിംഗ്ലി, ഹൗ ഡു യു ക്യാച്ച് ദം. ഇവർ ഭയങ്കര എന്താണ്, ഒരു ആശ്ചര്യത്തോടെ അല്ലേ, അല്ലെങ്കിൽ അയാളെ ഒരു പ്രശംസിച്ചുകൊണ്ട് ചോദിച്ചു, ഇത്ര വലിയൊരാളാണല്ലോ അല്ലേ, പാമ്പിനെയൊക്കെ പിടിക്കാൻ വന്നതാണ്, ഹൗ ഡു യു ക്യാച്ച് ദം, നിങ്ങൾ എങ്ങനെയാണ് പാമ്പിനെ പിടിക്കുക. ദസ് ഹി സെഡ്, പൗൺസിങ് അപ്പോൺ ആൻ ഇമാജിനറി സ്നേക്ക് ഓൺ ദി ഗ്രൗണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഇയാൾ താഴെ ഗ്രൗണ്ടിലൊരു എന്താണ്, ഒരു സ്നേക്ക് ഉണ്ടെന്നുള്ള പോലെ, ഒരു ഇമാജിൻ, അതായത് ഒരു സ്നേക്ക് ഉണ്ടെന്നുള്ള പോലെ അതിന് ചാടി വീണിട്ട് ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തു, അല്ല ഇങ്ങനെയാണ് അയാൾ പാമ്പിനെ പിടിക്കുക എന്നുള്ള പറഞ്ഞ് കാണിച്ചു കൊടുത്തു. They pointed at the direction in which the cobra had gone and asked him to go ahead. അപ്പം ഇത് കണ്ടപ്പോൾ ആൾക്കാർ എന്ത് പറഞ്ഞു, ഇതേ വഴിയാണ് ആ പാമ്പ്, നമ്മുടെ കോബ്ര പോയ സ്ഥലം, അതേ വഴി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ വഴിയാണ് കോബ്ര പോയത്, നിങ്ങൾ നേരെ പോയിട്ട് അതിനെ ഒന്ന് പിടിക്കാൻ പറഞ്ഞല്ലേ. ഹീ ലുക്ക്ഡ് ഹെൽപ്ലെസ്ലി ആൻഡ് സെഡ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അയാൾ ഇങ്ങനെ നോക്കി. ഇഫ് യു ഷോ മീ ദ സ്നേക്ക് ഐ വിൽ ക്യാച്ച് ഇറ്റ് വൺസ്, അതർവൈസ് വാട്ട് ക്യാൻ ഐ ഡു. നിങ്ങൾ പാമ്പിനെ കാട്ടി തന്നാൽ ഞാൻ അതിനെ പിടിക്കാം, അതല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ് അല്ലേ, പാമ്പ് എവിടെയാണെന്ന് അറിയില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് ഇതിനെ പിടിക്കുക. The moment you see it again, send for me. I live nearby. He gave his name and departed. നിങ്ങൾ അതിനെ കാണുന്ന നിമിഷം എന്നെ വിളിച്ചാൽ മതി, ഞാൻ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അയാളുടെ പേരൊക്കെ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തു, അയാൾ തിരിച്ചിറങ്ങി, യാത്ര പറഞ്ഞിറങ്ങി. അതായത് പാമ്പിനെ കണ്ടാൽ മാത്രമേ എനിക്ക് പിടിക്കാൻ പറ്റുമെന്ന് നമ്മളുടെ പാമ്പ് പിടുത്തക്കാരൻ പറഞ്ഞു. At 5 in the evening, they threw away their sticks and implements and retired to the veranda to rest. അപ്പോൾ ഉച്ച തിരിഞ്ഞ് തൊട്ട് തുടങ്ങിയതാണല്ലേ, അപ്പോൾ ഒരു 5 മണി ആയപ്പോഴത്തേന് ഇവരെന്ത് ചെയ്തു, അവരുടെ ഈ പണി സാധനങ്ങളൊക്കെ അല്ലേ അതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവരെന്ത് ചെയ്തു, വരാന്തയിൽ പോയി റെസ്റ്റ് എടുത്തു. കുറേ സമയമായിട്ട് ഇവർ ഈ പുല്ലൊക്കെ വെട്ടുകയാണല്ലേ. They had turned up every stone in the garden and cut down every grass blade and shrub so that the tiniest insect coming to the garden should have no cover. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരാ ഗാർഡൻ എല്ലാം ഉഴുതു മറിച്ചു എന്ന് പറയാല്ലേ, എല്ലാ ചെടികളും വെട്ടി കല്ലുകളൊക്കെ ഇളക്കി എല്ലാം നോക്കി, ഇനി ഒരു ചെറിയ പ്രാണി പോലും ആ പൂന്തോട്ടത്തിലേക്ക് വന്നാൽ കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ അവരതിനെല്ലാം വൃത്തിയാക്കി.
They were loudly discussing various measures they would take to protect themselves against reptiles in the future. അപ്പം ഇടയ്ക്ക് അവരെന്താണ്, അവർ വിശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉച്ചത്തിൽ ഇവരെന്തൊക്കെ ഇനി എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് എടുക്കാം അല്ലേ, ഇങ്ങനെ ഇഴജന്തുക്കൾ, റെപ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ ഇഴജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഭാവിയിൽ നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിനെ പറ്റി അവർ ഉറക്കെ ഡിസ്കസ് ചെയ്യുകയാണ് അല്ലേ, എല്ലാവരോടും ഇരുന്ന് സംസാരിക്കുകയാണ്. When Dasa appeared before them carrying a water pot whose mouth was sealed with a slab of stone. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളുടെ ദാസ കുറച്ച് നേരമായിട്ട് കാണാനില്ലായിരുന്നു അല്ലേ. അപ്പോൾ ഈ എന്താ പറയുക, അയൽക്കാരെല്ലാവരും കൂടി എന്താണ് ഇങ്ങനെ ഇതെല്ലാം വൃത്തിയാക്കിയായിരുന്നു. അപ്പോഴൊക്കെ ദാസയെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ദാസ എന്ത് ചെയ്തു, ഇവരിങ്ങനെ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാസ വന്നു. ദാസയുടെ കയ്യിൽ എന്താണ് ഒരു വെള്ളമൊക്കെ എടുക്കുന്ന ഒരു കൂജയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കലം പോലത്തെ ഇതുണ്ടായിരുന്നു. വിത്ത് ഹൂസ് മൗത്ത് വാസ് സീൽഡ് വിത്ത് സ്ലാബ് ഓഫ് സ്റ്റോൺ. അതിൻ്റെ ഭാഗം എന്താണ്, ഒരു കല്ല് വെച്ച് അടച്ചു വെച്ചേക്കുമായിരുന്നു. ഹി പുട്ട് ദ പോട്ട് ഡൗൺ ആൻഡ് സെഡ്. അപ്പം അയാൾ എന്ത് ചെയ്തു, ഈ കൂജ എന്ത് ചെയ്തു, ഈ കുടം താത്തു വെച്ചു അല്ലേ. എന്നിട്ട് എന്ത് പറഞ്ഞു, ഐ ഹാവ് കോട്ട് ഹിം ഇൻ ദിസ്. ഞാൻ അതിനെ ഇതിൽ പിടിച്ചു. അപ്പം എന്താണ്, പാമ്പിനെ പിടിച്ചതിനെ പറ്റിയാണ് എന്ത് പറയുന്നത്, നമ്മളുടെ ദാസ വന്ന് ഈ കലം താത്തു വെച്ചിട്ട് പറഞ്ഞു, ഐ ഹാവ് കോട്ട് ഹിം ഇൻ ദിസ്. ഞാൻ അതിനെ ഈ കലത്തിനകത്ത് പിടിച്ചു വെച്ചിരിക്കുന്നു. ഐ സോ ഹിം പീപ്പിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. ഐ സോ ഹിം ബിഫോർ ഹി കുഡ് സീ മീ. ഞാൻ നോക്കിയപ്പോൾ അതിങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണല്ലേ, ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഞാൻ നോക്കുന്നത് അത് കണ്ടില്ല. അതിനു മുമ്പേ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കണ്ടു. അവൻ എന്നെ കാണുന്നതിന് മുമ്പേ ഞാൻ അവനെ കണ്ടു. He explained at length the strategy he had employed to catch and seal up the snake in the pot. എങ്ങനെയാണ് ഈ പാമ്പിനെ ഈ കുടത്തിനുള്ളിൽ, ഈ കലത്തിനുള്ളിൽ കണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് എന്താണ് നമ്മളുടെ ദാസ പറഞ്ഞത് അല്ലേ. അതായത് ദാസ നോക്കിയപ്പം ഈ പാമ്പ് ഇതിനകത്തുനിന്ന് ഇരുന്ന് ഒളിഞ്ഞു നോക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ പാമ്പ് ദാസയെ കാണുന്നതിന് മുമ്പ് ദാസ എന്ത് ചെയ്തു, ഒരു കല്ല് വെച്ച് ഇതിനെ അടച്ചു. They stood at a safe distance and gazed on the pot. അപ്പോൾ അവരെന്ത് ചെയ്തു, എല്ലാവരും അകത്ത് എന്താണ് പാമ്പാണല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, എല്ലാവരും കുറച്ച് ഡിസ്റ്റൻസിൽ നിന്നു അല്ലേ. അതായത് പാമ്പങ്ങണം പെട്ടെന്ന് ഈ കലത്തിൽ നിന്ന് പുറത്ത് ചാടിയാലോ എന്നുള്ള ഇത് വെച്ചിട്ട് എല്ലാവരും കുറച്ച് സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറിയിട്ട് എന്ത് ചെയ്തു, ഈ കലത്തിലേക്ക് തന്നെ നോക്കി നിന്നു. ദാസ ഹാഡ് ദ ഗ്ലോ ഓഫ് എ ചാമ്പ്യൻ ഇൻ ഹിസ് ഫേസ്. ദാസയുടെ മുഖത്ത് എന്താണ്, ദാസ ജയിച്ചു അല്ലേ. വൈകുന്നേരത്തിന് മുമ്പ് ഈ പാമ്പിനെ കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഒരു വിജയിയുടെ ഭാവം നമ്മളുടെ ദാസയുടെ മുഖത്ത് കണ്ടു. ഡോണ്ട് കാൾ മീ ആൻ ഐഡിയൽ ഹിയർ ആഫ്റ്റർ. എന്നെ ഇനി ആരും ഒരു മടിയനായിട്ട് പറയരുത്, ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് ഇനി ആരും പറയല്ലേ. ഹി സെഡ്. Mother complimented him on his sharpness and wished he had placed some milk in the pot as a sort of religious duty. അപ്പം ഈ അമ്മ എന്ത് ചെയ്തു, ദാസയെ അഭിനന്ദിച്ചു അല്ലേ. എന്നിട്ട് പറഞ്ഞു, ഈ പോട്ടിൽ കുറച്ച് പാലുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ. അമ്മ നേരത്തെ പറഞ്ഞു അഭിഷേകത്തെ പറ്റി അല്ലേ, കുറച്ച് പാൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ റിലീജിയസ് ഡ്യൂട്ടി എനിക്ക് പൂർത്തിയാക്കാമായിരുന്നു. He picked up the pot casually and walked off, saying that he would leave the pot and its contents with the snake charmer living nearby. അപ്പോൾ ദാസ എന്ത് പറഞ്ഞു, ദാസ ഈ പോട്ടുമായിട്ട് നമ്മൾ നേരത്തെ വന്ന പാമ്പ് പിടുത്തക്കാരൻ്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞു. അയാളുടെ അടുത്ത് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ദാസ He became the hero of the day. They watched him in great admiration and decided to reward him adequately. അപ്പം എന്താണ്, ആ ദിവസം അവിടെ ആരായി, ദാസ അവിടുത്തെ ഹീറോ ആയി മാറി. അവരെല്ലാം അവനെ വളരെയധികം പ്രശംസിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, ഹി ഡിസൈഡഡ് ടു റിവാർഡ് ഹിം. അവന് സമ്മാനങ്ങൾ കൊടുക്കണമെന്നും വിചാരിച്ചു. It was 5 minutes since Dasa had gone when the youngest son cried, "See there, out of a hole in the compound wall, a cobra emerged." ഈ ദാസ പോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടി പറഞ്ഞു, ഇളയ ആൾ പറഞ്ഞു, നോക്കൂ, അവിടെ കോമ്പൗണ്ട് വാളിൽ ഒരു ഹോളിൽ നിന്ന് അല്ലേ, ഒരു ദ്വാരത്തിൽ നിന്ന്, ആ മതിലിൻ്റെ ഒരു ദ്വാരത്തിൽ നിന്ന് ദേ ഒരു മൂർഖൻ ഇഴഞ്ഞിറങ്ങുന്നു. It glided along towards the gate, paused for a moment to look at the gathering in the veranda,
വിത്ത് ഇറ്റ്സ് ഹുഡ് ഹാവ് റേസ്ഡ്. അപ്പം എന്താണ് ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ കോബ്ര എന്ത് ചെയ്തു, ഇറങ്ങി എങ്ങോട്ട് പോകുന്നു, ഗേറ്റിൻ്റെ അവിടേക്ക് പോയി. അതിനുശേഷം ഒരു നിമിഷം പോസ്റ്റ് ഫോർ എ മൊമെൻറ്റ്, ഒരു നിമിഷം ഒന്ന് നിന്ന് ടു ലുക്ക് അറ്റ് ദ ഗ്യാതറിംഗ് ഇൻ ദ വരാന്ത, ഈ വരാന്തയിൽ കൂടി നിൽക്കുന്ന ആളുകളെ ഒന്ന് തിരിഞ്ഞു നോക്കി. വിത്ത് ഇറ്റ്സ് ഹുഡ് ഹാവ് റേസ്ഡ്, അതിൻ്റെ പത്തി പകുതി വിടർത്തി നിൽക്കല, പകുതി ഇതാക്കി അതെന്താ തിരിഞ്ഞു നോക്കിയല്ലേ. ഇത് എന്താണ് ഇവിടെ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നത് ഒന്ന് നോക്കി സ്റ്റക്കായിട്ടത് ഇഴഞ്ഞ് പോയി. ഇറ്റ് ക്രോൾ അണ്ടർ ദി ഗേറ്റ് ആൻഡ് ഡിസപ്പിയർഡ് എലോങ് എ ഡ്രെയിൻ. ഇതെന്ത് ചെയ്തു, ഇത് ഗേറ്റിൻ്റെ താഴെയൂടെ പോയിട്ട് ഒരു വെള്ളക്കെട്ടിൽ അത് എന്ത് ചെയ്തു, ഡിസപ്പിയറായി. When they recovered from the shock, they asked, does it mean there were 2 snakes here? ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ 2 പാമ്പുകൾ ഉണ്ടായിരുന്നു. The college boy murmured, I wish I had taken the risk and knocked the water pot from Dasa's hand. We might have known what it contained. അപ്പം എന്ത് ചെയ്തു, ഇളയ കുട്ടി പറഞ്ഞു, ഞാൻ റിസ്ക് അങ്ങ് എടുത്താൽ മതിയായിരുന്നു അല്ലേ. എന്താണ്, ദാസയുടെ കയ്യിലുള്ള പോട്ട് വാങ്ങിച്ചിട്ട് അതിനകത്ത് എന്താണ് എന്നങ്ങ് നോക്കിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. സോ ഇതായിരുന്നു നമ്മുടെ സ്റ്റോറി. ഒരു വില്ലേജിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റോറിയിലൂടെ റൈറ്റർ പറഞ്ഞത് അല്ലെ. ഒരു വീടും ആ വീട്ടിലെ ആളുകളെ പറ്റിയും അപ്പോൾ അതിൻ്റെ അയൽക്കാരെ പറ്റിയും ഒരു പാമ്പ് അവിടേക്ക് വരുന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മുടെ സ്റ്റോറിയിൽ അല്ലേ. അവിടെയുള്ള ഒരു സെർവൻറ്റിനെ പറ്റിയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് സ്റ്റോറിയിലൂടെ റൈറ്റർ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക്